ഒളിമ്പിക്സ് വില്ലേജ് കാണണമെന്ന് കുഞ്ഞുനാളെ മുതലേ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇത്തവണ പാരീസ് ഒളിമ്പിക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിന് പോകാനായിട്ട് ഇപ്പോൾ ഏതായാലും കഴിയില്ല. ഇപ്പോൾ ഒരു മിനി പാരീസിൽ നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഒളിമ്പിക്സ് വില്ലേജ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ഒളിമ്പിക്സ് വില്ലേജിൽ തൽക്കാലം ഒന്ന് പോവാം. ഒളിമ്പിക്സിന്റെ ചരിത്രം വരച്ചിടുകയാണ് ഇവിടെ. 209 രാജ്യങ്ങൾ, രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറം മനുഷ്യഹൃദയത്തിൽ ഇടം പിടിച്ചവർ, ലോകത്തിന്റെ അത്ഭുതമായി മാറിയ ഈഫൽ ടവർ. അങ്ങനെ ഇക്കുറി ലോക കായിക മാമാങ്കത്തിന്റെ ഭാഗമാകുന്ന എല്ലാം ഇവിടെയുണ്ട്. സോ നമ്മളെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ, ഒരു എഡ്യൂക്കേഷൻ, ബിക്കോസ് സ്പോർട്സ് ഈസ് ദ പാർട്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ. So physical exercise is very important for our mental exercise also. Gave me encouragement, to start an Olympic pavilion and get the students educated and motivated. PT ഉഷയും ഉസൈൻ ബോൾട്ടും മൈക്കിൾ ഫിലിപ്സും നീരജ് ചോപ്രയും അടക്കം ഒളിമ്പിക്സിൽ തിളങ്ങിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ കുട്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അത്ലറ്റിക് ഡിസ്പ്ലേ ഞങ്ങൾ സെലക്ട് ചെയ്തത് അത്ലറ്റ്സിൻ്റെ ഓരോരോ മൂമെൻറ്റ്സ് ലൈക്ക് ലോങ് ജമ്പ് ഉണ്ട്, ജാവലിൻ ത്രോ ഉണ്ട്, ഷോട്ട് പുട്ട് ഉണ്ട്, അതെല്ലാം ഒരുമിച്ച് ഒന്നിൽ വന്ന് അത് എങ്ങനെ അവർ കളിക്കുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണ് അത് ചൂസ് ചെയ്യുന്നത്. പവലിയൻ ആണെങ്കിലും ട്രാക്ക് ആണെങ്കിലും ഈഫിൽ ടവറിൻ്റെ മോഡലാണെങ്കിലും ഓരോന്നും റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയി ഇൻസ്പയർഡ് ആയിട്ട് ഒരു കുട്ടി വരികയാണെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് തന്നെ പറയാം. ആദ്യ ഒളിമ്പിക്സ് മുതൽ പാരീസ് ഒളിമ്പിക്സ് വരെയുള്ള എല്ലാ ഒളിമ്പിക്സുകളുടെയും ലോഗോ കുട്ടികൾക്ക് ഇപ്പോൾ മനഃപ്പാടമാണ്. ഒന്ന് നേരെ നോക്കിയാൽ ഒളിമ്പിക്സ് വളയങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാകും. ഫോട്ടോസ് ആണെങ്കിലും ചാർട്ട് ആണെങ്കിലും മാക്സിമം എല്ലാ ഗെയിമും കൊണ്ട്, അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതൊരു മോട്ടിവേഷനാണ് നമുക്ക് എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.